Hey guys, welcome to a new video. So guys, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ബൈക്സിനെ 3D ആയിട്ടാണ്. സോ ഗൈസ് നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ്. വെറും വണ്ടിയല്ല, നമ്മളതൊന്ന് മോഡിഫൈഡ് ചെയ്തു അതിന് മോൺസ്റ്റർ ട്രക്കാക്കി മാറ്റി. സോ നമുക്ക് ഫൈൻ അടയ്ക്കാണ്ട് നമുക്കത് കിട്ടൂല. അപ്പോൾ ആ ഫൈൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്. 1000 ഒക്കെ അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇത് പോലീസിൻ്റെ എനിക്കൊരു കോൾ വരുന്നില്ല. സോ എനിക്ക് തോന്നിയതാണെന്ന് തോന്നിട്ട് ഇങ്ങനെ കോൾ വരാതിരിക്കില്ലേ ഗൈസ്. ഒരു മിനിറ്റ്, എൻ്റെ വേറെ കോൾ വരണം. ഹലോ പോലീസാണല്ലേ? നീ ഇന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. എന്തിനാ? നീ ഇങ്ങോട്ട് വാ. ശരി സാർ. ഗൈസ്, അപ്പോൾ പോലീസായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാറ് പറഞ്ഞു നേരെ ഇവിടേക്ക് വരാൻ, എന്താ പറയുക, പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വണ്ടിക്കകത്ത് കയറാം. ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ്. എന്നിട്ട് റിവേഴ്സ് എടുക്കാം വെറുതെ. ഓക്കെ ഗൈസ്, നമ്മൾ റിവേഴ്സൊക്കെ എടുത്ത് വണ്ടി ഇടാൻ പോവാണ് ഗൈസ്. നമുക്ക് ആക്ച്വലി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഫോർ രസം എന്ന രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. സോ ഗൈസ്, നമ്മൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് മാന്യമായിട്ടൊന്ന് വണ്ടി ഓടിക്കേണ്ട കേസ്. ഇവിടെ ഓഫ് റോഡ് അല്ല, ഇവിടെ ഇതായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേസ്. ഒക്കെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ കേസ് അവിടെ ഒരു സാർ നിൽക്കുന്നുണ്ട്. ഈ സാറ് ഇവിടെ എന്ത് പരിപാടിയാണാവോ? നമുക്ക് തന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് സെൻറ്ററിൽ പാർക്ക് ചെയ്യണോ? വേണ്ട, നമുക്ക് പാർക്കിംഗ് സെൻറ്ററിൽ പാർക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാണ് നമ്മളെ പിടിച്ച് ജയിലിനകത്തിടും. ഓക്കെ, നമുക്ക് ആ സാറിൻ്റെ ചോദിച്ചേക്കാം എന്തിനാ നമ്മളിവിടെ എടുത്തിയെന്ന്. ഹലോ സാറേ, എന്തിനാ എന്നെ വിളിച്ചത്? അതെ, നിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നീ ഒരു മോഡിഫൈഡ് ചെയ്തൊരു വണ്ടിയില്ലേ, മറ്റേ ഒരു മോൺസ്റ്റർ ട്രക്ക്. അതെ. അത് നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. അതെന്താ? അതെ, എനിക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ആ ലൊക്കേഷൻ പോയിട്ട് നീ നേരെ ഒരു BMW കാർ അടിച്ചു മാറ്റി കൊണ്ടുവരണം. അടിച്ചു മാറ്റി കൊണ്ടുവരാം. സാറേ, നമ്മൾ കള്ളന്മാരാണ്. എടാ, നീ പറഞ്ഞ വണ്ടി ചെയ്താൽ മതി. പറഞ്ഞ വണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ പിടിച്ച് ജയിലിലിടും. അയ്യോ വേണ്ട സാറേ, ഞാൻ പറഞ്ഞ വണ്ടി ചെയ്തോളാം. ഇനി വെറുതെ നീ എന്ത് നോക്കിക്കോ. അല്ലേ, ഞാനേ മാനത്തൊരു കാക്ക പറക്കുന്നുണ്ട് നോക്കിയതാ. പിന്നെ ഒരു കാര്യം, അത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടായിരിക്കും. ഉദാഹരണത്തിന് രാജു. രാജു അവനെ വിടില്ല. ഇനി അവൻ വിട്ടാലും വിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞ വണ്ടി ചെയ്തില്ലെങ്കിൽ എനിക്ക് കൊള്ളില്ല. കാരണം എൻ്റെ വണ്ടി എൻ്റെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. പറഞ്ഞ വണ്ടി ചെയ്തില്ലെങ്കിൽ എന്നെ വെടിവെച്ച് തീർക്കും, അല്ലെങ്കിൽ ആ വണ്ടി എടുത്ത് കൊക്കയിലേക്ക് ഇടും. അയ്യോ വേണ്ട സാറേ, ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, അവിടെ സെക്യൂരിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്തായാലും ഞാൻ കുറച്ച് വെപ്പൺസ് എന്തായാലും തരുന്നതായിരിക്കും. എന്തിനാ സാറേ വെറുതെ വെപ്പൺസ് ഒന്ന് ഇതാക്കുന്നത്? എടാ, നിനക്ക് വെപ്പൺസ് വേണോ? വേണ്ടേ? എന്നാൽ ശരി, നീ എന്തിനൊക്കെ ചെയ്യടാ. വേഗം പോയിട്ട് ഞാൻ പറഞ്ഞ മതി ചെയ്യ്, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിനകത്ത് ഇടും. അയ്യേ സാറേ, ഇതൊക്കെ കേട്ട് നമ്മൾ കുറേ ഇതാക്കിയത്. സാറേ, നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന വല്ലതിനും പറ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ ഇവിടെ വന്നാൽ ഞങ്ങൾ ഫുൾ ഫോഴ്സിനെ വിളിക്കും. എൻ്റെ പൊന്നെ, ഞാൻ പൊക്കോളാം. എൻ്റെ ആളെ കൊണ്ട് വലിയ ശല്യമാണ്. എന്താണെന്നറിയില്ല, നമ്മൾ അറിയാണ്ട് മെക്കെട്ട് കയറി എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നുണ്ടോ? എന്തിനാട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മുടെ രാജുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു BMW കാർ അടിച്ച് മാറ്റിക്കൊണ്ട് വരണം. പക്ഷേ നമുക്ക് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാജു ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഭയങ്കര സൂക്ഷ്മമായിട്ട് വേണം ഗൈസ് പോകാൻ. പിന്നെ അവനെ വല്ല തർക്കത്തിലുണ്ടെങ്കിൽ അതെന്തായാലും അവൻ എന്നോട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേസ് നമുക്ക് എന്തായാലും വേഗം പോകാം കേസ്. അപ്പോൾ അവിടെ എത്തുന്നവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത് കേസ്. പിന്നെ കേസ് നമ്മുടെ ഈ വീഡിയോ ടാർഗറ്റ് 100 ലൈക്സ് ആണ് കേസ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കണം. അപ്പോൾ കേസ് നമ്മൾ നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മുടെ രാജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യണ്ട, എനിക്ക് തൽക്കാലം പാർക്ക് ചെയ്യാം കേസ്. ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. ഇനി ആരും അറിയാതെ നൈസായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറണം. ബിൽഡിങ്ങല്ല, അവൻ്റെ വീട്ടിൽ, സോറി കേസ്. അപ്പോൾ അവൻ്റെ വീട് ഇതാണെന്ന് ഞാൻ പറയാറുണ്ട്. സോ കേസ് നമുക്ക് സ്നീക്ക് ചെയ്ത് പോകാം കേസ്. കാരണം അവനോട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേസ്. കാരണം എനിക്ക് അവനോട് കാണുന്നില്ലല്ലോ കേസ്. നമുക്ക് സ്നീക്ക് ചെയ്ത് പോവാം. അവൻ്റെ ബൈക്ക് നമ്മൾ മുന്നേ ഒരു ബൈക്ക് അടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഹയാബൂസ. അതെടുത്തിട്ട് അവൻ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, നൈസായിട്ട് ആ ഗ്യാരേജിനകത്ത് എന്തെങ്കിലും വണ്ടി ഉണ്ടോ നോക്കാം. കേസ്, ഇവിടെ ഒരു BMW ഇരിക്കുന്നുണ്ട് കേസ്. ബ്ലാക്ക് കളറെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ മീൻസ് പോലീസ്
ആ വലുതല്ല സാർ ഈ വണ്ടീൻ്റെ അടിച്ച മറ്റേ കൊണ്ടുവന്ന്. നമുക്കൊരു കാര്യം ചെയ്യും ഗൈസ്, ഇവിടെ നിന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. അയ്യോ ഗൈസ്, ഈ വണ്ടി ലോക്കാ ഗൈസ്, നമ്മൾ പെട്ട് ഗൈസ്. ആ വണ്ടി ലോക്കാണ്. കീയും കൊണ്ടുപോയിട്ടുണ്ടാവോ? ഇവിടെ ഡ്രോവേഴ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഡ്രോവേഴ്സിനകത്ത് നോക്കി വെക്കാം. ഇവനോട് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ഉറപ്പാ. നമുക്കൊരു കാര്യം ചെയ്യാം, അതങ്ങ് കണ്ടുപിടിക്കാം ഗൈസ്. നമുക്ക് ഇതിനകത്ത് നോക്കി വെക്കാം ഗൈസ്, നമുക്കെല്ലാം സെർച്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഫൈനലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഷർട്ടും കൂടെ അടിച്ച് വണ്ടി കൊണ്ടുപോയി വേണ്ട, നമുക്ക് കാറ് മാത്രം മതി. എവിടെയെങ്കിൽ അപ്പോൾ ഷർട്ടും കൂടെ ഇട്ട് നമുക്ക് എന്തുണ്ടാക്കാനാ? അതിലാട്ടോ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. അതിനും ആ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് നമ്മളെ വണ്ടി ഇല്ലേ എവിടെയെങ്കിലുമൊക്കെ മാറ്റണം ഗൈസ്, അല്ലാണ്ട് പറ്റത്തില്ല ഗൈസ്. കാരണം അവന് മനസ്സിലാവും അവൻ്റെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന്. എൻ്റെ വണ്ടി കാണാൻ അവന് പെട്ടെന്ന് മനസ്സിലാവും ഗൈസ്. കാരണം ഞാൻ ഈ വണ്ടിയിൽ അവരെ കുറേ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ ഈ വണ്ടി നല്ലതായിട്ട് പരിചയമുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വേറെ ഈ വണ്ടി പോകേണ്ട പാർക്ക് ചെയ്യാം. എവിടേക്ക് പാർക്ക് ചെയ്യാം ഗൈസ്? നമുക്ക് ഈ വീടിനടുത്ത് പാർക്ക് ചെയ്താലോ? എന്ത് പറയുന്നു? ഗൈസ്, ഇവിടെ കുറച്ച് ഗ്യാരേജ് ഉണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യും ഗൈസ്, ഇതിനകത്ത് വണ്ടി അതിനകത്ത് ഇടാം, അതായിരിക്കും ഗൈസ് നല്ലത്. ഓക്കെ ഗൈസ്, നമ്മൾ ആ വണ്ടിയൊക്കെ അവനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കീ ഉണ്ടല്ലോ, കീ വെച്ചിട്ട് നമുക്ക് ഒറ്റ എടുത്തോണ്ട് പോകാം വണ്ടി. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ഗൈസ്, അവൻ എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വേഗം പോവാം ഗൈസ്, കാരണം സീനാണ് ഗൈസ്, അവൻ പെട്ടെന്ന് വരും. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം പോവാം, അല്ലെങ്കിൽ ഇതൊന്നും നടന്നെത്തില്ലല്ലോ ഗൈസ്. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് നല്ല സ്പീഡിൽ പോകാം ഗൈസ്, കാരണം വണ്ടിക്കൊന്നും ഡാമേജ് ഒന്നും വരാൻ പാടില്ല, കാരണം ഇത് പോലീസിൻ്റെ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് വേഗം എടുത്ത് വണ്ടി പോയിട്ട് പറപ്പിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല ഗൈസ്. നമുക്ക് ഭയങ്കര സ്പീഡിൽ ഒന്നും പോകണ്ട ഗൈസ്, കാരണം ഇത് പോലീസിൻ്റെ വണ്ടിയാണ്. ബ്ലാക്ക് കളർ ആക്ച്വലി പോലീസ് വണ്ടിയാണ് ഗൈസ് നമ്മൾ കണ്ടിട്ടുണ്ടത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് വേഗം വിടാം ഗൈസ്. എത്ര പെട്ടെന്ന് പോകുന്നു അത്ര പെട്ടെന്ന് നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ ഗൈസ്, നമുക്ക് വേഗം പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് അടിക്കാത്തത്ര ലൈക്ക് അടിക്കുക, പിന്നെ നമ്മുടെ ഹൈപ്പ് അതും കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തൊരു കാര്യം ചെയ്യും ഗൈസ്, പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. പിന്നെ ഗൈസ്, ആ പോലീസുകാരൻ തന്നെ തല്ലുകാകുമോ? ഒരു മിനിറ്റ് ഗൈസ്, ഇതെന്താണ് കുറേ പോലീസുകാരുണ്ടല്ലോ? ഒരു മിനിറ്റ്, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. പോലീസിൻ്റെ വണ്ടിയാണ്, നമുക്ക് മാന്യമായി പാർക്ക് ചെയ്യാം. ഇതെല്ലാം മാന്യം, എന്തില്ലാട്ടെ. നമുക്കൊന്ന് കാര്യം ചെയ്യും സാർ, ഇതൊക്കെ ആരും ചോദിക്കാം ഗൈസ്. ഹലോ സാറേ, ഇതെന്തത്? ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരു സാറ് മാത്രം കണ്ടിട്ടുണ്ടായത്, ഇതെന്ത് കുറേ പേരുണ്ടല്ലോ? അതൊക്കെ നമ്മളെ ആൾക്കാരാ. നീ പറഞ്ഞ പണി ചെയ്തില്ലേ? ചെയ്ത് അല്ല, സെല്ലിൻ്റെ അകത്തും പ്രതികളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇവന്മാർ വന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് 5-6 കണ്ട്. നമ്മളാണെങ്കിൽ ഒന്നും നോക്കിയില്ല, നേരെ പിടിച്ച് ജയിലിൽ കിട്ട്. നല്ലതാ സാറേ, ഞാൻ പറഞ്ഞ ജോലി ചെയ്തില്ലേ? എൻ്റെ വണ്ടി നിൻ്റെ വണ്ടി നീ ബാക്കിലുണ്ട്, പോയി എടുക്ക്. സാറേ ഇതുണ്ട്, ഞാൻ ഇങ്ങനത്ത് കയറി നോക്കിയിട്ടെ. നിന്നെ പിടിച്ച് ജയിലിനകത്ത് ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ ബാക്കിൽ പോയി വണ്ടി എടുക്ക്, അല്ലെങ്കിൽ പറയല് തിന്നാവുന്നു. വേണ്ട സാറേ. സാർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് എത്ര വട്ടം പറയണം ബാക്കിലാണെന്ന്? സോറി സാർ, ഞാൻ അറിയാണ്ടെന്ന്. രസം രസമൊന്നും ഞങ്ങൾക്ക് പിടിക്കില്ല. നമുക്ക് വണ്ടി ബാക്കിനകത്ത് ഉണ്ടോ നോക്കി നോക്കാം ഗൈസ്. ഗൈസ്, വണ്ടി എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഞാനൊരു മോഡൽ താറാണ് ഗൈസ് ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാമല്ലോ, മോഡിഫൈഡ് ഈസ് നോട്ട് ലോക്കൽ ഫ്രം ഇന്ത്യ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് സ്ഥലം വിടാം ഗൈസ്. പിന്നെ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബും ചെയ്യുക ഗൈസ്. ഇതേപോലത്തെ ഇന്ത്യൻ ബൈക്സ് ട്രെയിൻ 3D ഗെയിംസ് വീണ്ടും വരുന്നതായിരിക്കും. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഗൈസ്, അതിൻ്റെ സന്തോഷം നമുക്കും ഒരുമിച്ച് പങ്കുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ 400 അടിക്കാറായിട്ടുണ്ട് ഗൈസ്. ഇനി വരും 7 സബും കൂടെ മതി. അപ്പോൾ ഗൈസ്, ബൈ.